ആഫ്രിക്കയിലെ സുഡാനിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. 13 മില്യൺ വരുന്ന ജനങ്ങൾ സുഡാനിൽ നിന്നും കുടിയിറക്കപ്പെട്ടു. UN ഈ സാഹചര്യത്തെ വിളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മാനവിക പ്രതിസന്ധി എന്നാണ്. ഏപ്രിൽ 2023 മുതലാണ് സുഡാനിലെ ജനങ്ങൾ നരകയാതന അനുഭവിക്കാൻ തുടങ്ങിയത്. അതും അവിടുത്തെ രണ്ട് സേനാ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തമ്മിലടി കൊണ്ട്. അവര് മൂലം കൊല്ലപ്പെടുന്ന പതിനായിരക്കണക്കിന് ആളുകൾ. സുഡാനിലെ ആഭ്യന്തര കലാപത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ ആ രാജ്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് സുഡാൻ. സുഡാനിൽ മിലിറ്ററി ഭരണമാണ് നിലനിന്നു പോരുന്നത്. സുഡാനെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്നതിനായി രണ്ടായി തരംതിരിക്കാം: സൗത്ത് സുഡാനും നോർത്ത് സുഡാനെന്നും. സൗത്ത് സുഡാനിൽ കാത്തലിക്സും കുഷൈറ്റ് സംസ്കാരവും പിന്തുടരുന്ന ജനങ്ങളാണ് അവിടം. നോർത്ത് സുഡാനിൽ മുസ്ലിം ജനവിഭാഗവും അറബിക് സംസ്കാരം പിന്തുടരുന്നവരുമാണ്. 1956 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സൗത്ത് സുഡാനും നോർത്ത് സുഡാനും ഒറ്റ രാജ്യമായി തീർന്നു. സുഡാൻ 1989 വരെ ജനാധിപത്യ ഭരണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1989 ഒമർ അൽ ബഷീർ സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തു. ഒമർ അൽ ബഷീറിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക നിയമങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. സുഡാന്റെ ഔദ്യോഗിക സേനയാണ് സുഡാനീസ് ആംഡ് ഫോഴ്സ്. SAF എന്ന് ചുരുക്കപ്പേരുള്ള സുഡാനീസ് ആംഡ് ഫോഴ്സ്. സുഡാന്റെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നത് ഈ സേനയാണ്. നിരവധി സൈനിക അട്ടിമറിയിലൂടെ ഭരണമാറ്റങ്ങൾക്ക് SAF കാരണമായിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട സൈനിക അട്ടിമറി എന്നത് 1989 ഒമർ അൽ ബഷീറിന്റെ സൈനിക അട്ടിമറിയായിരുന്നു. സുഡാനീസ് ആംഡ് ഫോഴ്സിന്റെ പ്രധാന സൈനിക നേതാവ് ജനറൽ അബ്ദെൽ ഫത്ത അൽ ബുഹ്റാൻ ആണ്. ഇനി ദാർഫൂർ എന്ന സുഡാനിലെ ഒരു പ്രദേശത്തെപ്പറ്റി മനസ്സിലാക്കാം. ഇന്ന് കാണുന്ന വംശഹത്യയുടെ പിറവി അവിടെ നിന്നുമാണ്. ദാർഫൂർ എന്നത് സുഡാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രദേശമാണ്. ഈ ദാർഫൂർ പ്രദേശത്ത് വിവിധ ആഫ്രിക്കൻ കറുത്ത വർഗ്ഗക്കാരായ ഫൂർ, മസാലീസ്, സഗാവ തുടങ്ങിയ വിഭാഗക്കാർ ഇവിടെ താമസിച്ചു പോരുന്നു. സുഡാന്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ദാർഫൂർ എന്നത്. ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാർ സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധിച്ചു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ദാർഫൂറിനെ ഒറ്റപ്പെടുത്തിയതാണ് കാരണം. അവരിൽ ചിലർ ആയുധം പിടിച്ച് സർക്കാർ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണം കടുത്തു. ജൻജ്വീദ് എന്ന മിലിഷ്യ ഗ്രൂപ്പ് സുഡാനിലുണ്ടായിരുന്നു. ആഫ്രിക്കയിലെ അറബ് വംശജരുടെ ഭീകര ഗ്രൂപ്പാണ് ജൻജ്വീദ്. സർക്കാരിന്റെ പിന്തുണ ജൻജ്വീദിന് ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാരിന് വേണ്ടി ജൻജ്വീദ് മിലിഷ്യാസ് ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാർക്കെതിരെ നരനായാട്ട് നടത്തി. ആഫ്രിക്കൻ ഗോത്രവർഗ്ഗക്കാരുടെ ഗ്രാമങ്ങൾ കയറി ആക്രമിച്ചു. അവരെ കൊല്ലുകയും പലരെയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2003 സർക്കാർ പിന്തുണയോടെ അറബ് വംശജരായ ജൻജ്വീദ് മിലിഷ്യാസ് കറുത്തവർഗ്ഗക്കാരെ വംശഹത്യ ചെയ്ത നരനായാട്ടായിരുന്നു ദാർഫൂർ കലാപം. സർക്കാരിനെ സഹായിച്ച ജൻവീദ് മിലിഷ്യ ഒമർ അൽ ബഷീറിന്റെ ഔദ്യോഗിക സേനയായി പിന്നീട് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന പേരിലറിയപ്പെട്ടു. ഒമർ അൽ ബഷീറിന്റെ ഭരണത്തെ സംരക്ഷിക്കാൻ സ്ഥാപിച്ചതാണ് RSF, അതായത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്. അതിന്റെ ചുരുക്കപ്പേരാണ് RSF. RSFന്റെ സൈനിക മേധാവി മുഹമ്മദ് ഹംദാൻ ദഗാലോ ആണ്. ഹെമന്തി എന്ന് അയാൾ വിളിക്കപ്പെടുന്നു. ഹെമന്തിക്ക് ധാരാളം സ്വർണ്ണഖനികൾ സ്വാധീനമുണ്ടായിരുന്നു. രാജ്യത്തിന് പുറത്തും RSFന് നല്ല ബന്ധമുണ്ട്. സൗദി അറേബ്യ, റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ഹെമന്തിക്ക് നല്ല ബന്ധമുണ്ട്. ദാർഫൂർ കലാപത്തിന് ശേഷം സൗത്ത് സുഡാനിലും ദാർഫൂർ സമാന പ്രശ്നങ്ങളുണ്ടായി. സൗത്ത് സുഡാനിൽ ധാരാളം ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടായിരുന്നു. സൗത്ത് സുഡാന്റെ എണ്ണ സർക്കാരിന് വേണമായിരുന്നു. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ സൗത്ത് സുഡാനിൽ നിഷേധിക്കപ്പെട്ടു. ഇതിനെ സൗത്ത് സുഡാനിലെ ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. പ്രക്ഷോഭത്തെ തുടർന്ന് 2005 കോംപ്രഹെൻസീവ് പീസ് എഗ്രിമെന്റ് ധാരണയായി. ഇത് ഒരു സമാധാന കരാറായിരുന്നു. അതിന്റെ ഭാഗമായി 2011 ഒരു റഫറൻഡം ജനഹിത പരിശോധന നടത്തി. 98% ജനങ്ങളും സുഡാൻ വേർപെടണമെന്ന് വോട്ട് ചെയ്തു. 2011 ജൂലൈ 9 സൗത്ത് സുഡാൻ സ്വതന്ത്ര രാഷ്ട്രമായി പിറവിയെടുത്തു. അങ്ങനെ സുഡാൻ സൗത്ത് നോർത്ത് സുഡാൻ എന്ന നിലയ്ക്കായി. സൗത്ത് സുഡാൻ വേർപെട്ടതോടെ സർക്കാരിന് കനത്ത സാമ്പത്തിക തിരിച്ചടിയാണ് കിട്ടിയത്. കാരണം എണ്ണഖനി ഉണ്ടായിരുന്നത് സൗത്ത് സുഡാനിലും. അങ്ങനെ നോർത്ത് സുഡാൻ സാമ്പത്തികമായി തകർന്നു തുടങ്ങി. കറൻസിയുടെ മൂല്യമിടിഞ്ഞു, വില കുതിച്ചു, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ. നോർത്ത് സുഡാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ പലയിടത്തും പൊട്ടി.
30 വർഷക്കാലം സുഡാനെ ഭരിച്ച ഒമർ അൽ ബഷീറിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു. 2018-19 രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച മൂലം ജനങ്ങൾ വലഞ്ഞപ്പോൾ വിവിധ സൈനിക വിഭാഗങ്ങളും പാരാമിലിറ്ററി ഗ്രൂപ്പുകളും ശക്തി പ്രാപിച്ചു. അങ്ങനെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും സുഡാനീസ് ആംഡ് ഫോഴ്സും ഒറ്റക്കെട്ടായി ഒമർ അൽ ബഷീറിനെതിരെ തിരിയുകയും ബഷീറിനെ സൈനിക അട്ടിമറിയിലൂടെ 2019 ഏപ്രിൽ 11 അധികാരത്തിൽ നിന്നും പുറത്താക്കി. തുടർന്നുള്ള ദിവസങ്ങളിൽ സൈന്യം ഒരു ട്രാൻസിഷണൽ മിലിറ്ററി കൗൺസിൽ ഉണ്ടാക്കി. ട്രാൻസിഷണൽ മിലിറ്ററി കൗൺസിലിന്റെ നേതാവ് സുഡാനീസ് ആംഡ് ഫോഴ്സിന്റെ നേതാവായ ജനറൽ അബ്ദൽ ഫത അൽ ബുഹ്റാനായിരുന്നു. എന്നാൽ ജനങ്ങളുടെ പ്രക്ഷോഭത്തെ തുടർന്ന് സിവിൽ ഭരണം വന്നെങ്കിലും 2021 ഒക്ടോബറിൽ സൈനിക തലവൻ അൽ ബുഹ്റാൻ സൈനിക അട്ടിമറിയിലൂടെ സിവിൽ ഭരണം പിരിച്ചുവിട്ടു. ഇത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും സുഡാനീസ് ആംഡ് ഫോഴ്സും തമ്മിൽ പ്രശ്നത്തിന് കാരണമായി. ട്രാൻസിഷണൽ മിലിറ്ററി കൗൺസിലിന്റെ ഭാഗമായിരുന്ന RSFും SAFും അധികാരത്തിന് വേണ്ടി പരസ്പരം പോരാടാൻ തുടങ്ങി. അതേ തുടർന്ന് 2023 മുതൽ സുഡാനിൽ ആഭ്യന്തര കലാപം തുടക്കം കുറിച്ചു. സുഡാനീസ് ആംഡ് ഫോഴ്സ് തലവൻ അൽ ബുഹ്റാനും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് തലവൻ ഹെമന്തിയും തമ്മിൽ ഏറ്റുമുട്ടി. സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂം അടക്കം ഭീകരമായ ആക്രമണങ്ങൾ നടന്നു. പതിനായിരക്കണക്കിന് സാധാരണ ജനങ്ങൾ മരിച്ചു വീണു. അനേകായിരം കുടിയിറങ്ങുകയും പലായനം ചെയ്യുകയും ചെയ്തു. UN അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇടപെട്ടെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. നോർത്ത് സുഡാനിലെ 2 സേനയുടെ അധികാരത്തെ ചൊല്ലിയുള്ള യുദ്ധം പാവപ്പെട്ട ജനങ്ങളെ വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരാം.